empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രശില്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച പുതിയ നിയമത്തിലെ പ്രവാചികയായ അന്നയുടെ ജീവിതത്തിലൂടെ നാം പഠനം ആരംഭിക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടപ്പോഴും നിരുത്സാഹപ്പെടാതെ ദീർഘക്ഷമയും വിശ്വാസവും വഴി വാഗ്ദാനത്തിന് അവകാശിയായി തീർന്നവളാണ് അന്ന പ്രവാചിക. ചുരുങ്ങിയത് 60 വർഷമെങ്കിലും കർത്താവിനോട് കൂടെ ദേവാലയത്തിൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും രാപ്പകൽ ദേവാലയത്തിൽ ചെലവിട്ടവളായിരുന്നു അന്ന പ്രവാചിക. ഇന്നത്തെ കാലഘട്ടത്തിലെ നാം ഓരോരുത്തർക്കും വലിയൊരു വെല്ലുവിളിയാണ് ഈ പ്രവാചക നൽകുന്നത്. സങ്കീർത്തകനായ ദാവീദും ഇതുപോലെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ട ഒരു സമയം, ചുറ്റും ശത്രുക്കളാൽ വളഞ്ഞു നിൽക്കുമ്പോഴും സാവൂൾ രാജാവ് വരെ അദ്ദേഹത്തെ വധിക്കുവാനായി ശ്രമങ്ങൾ നടത്തുമ്പോഴും എല്ലാം തന്നെ കാത്തു രക്ഷിച്ച തന്റെ ദൈവമായ കർത്താവിന് ദാവീദ് സ്തുതികൾ ആലപിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 18-ാം സങ്കീർത്തനം ഈ ഒരു സ്തുതിഗീതമായിട്ടാണ് ദാവീദ് ആലപിക്കുന്നത്. 18-ാം സങ്കീർത്തനം അതിൽ 35-ാമത്തെ വാക്യത്തിലൂടെ ദാവീദ് രാജാവ് ഏറ്റു പറയുകയാണ്: അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലത്തു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. തന്റെ പ്രശ്നങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്ന് ദാവീദ് ഏറ്റു പറയുകയാണ് തന്നെ താങ്ങി നിർത്തിയത്, തന്നെ വലിയവനായി ഉയർത്തിയത് തന്റെ ദൈവമായ കർത്താവിന്റെ വാത്സല്യമാണെന്ന്. അവിടുത്തെ വലത്തു കൈയാണ് ദാവീദ് രാജാവിനെ താങ്ങി നിർത്തിയതെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നാം ഓരോരുത്തർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലേ? പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ ഇടയിൽ നിന്ന് നമ്മളെ താങ്ങി നിർത്തുന്ന നമ്മുടെ കർത്താവിന്റെ ആ ഒരു വാത്സല്യം, നമ്മുടെ കർത്താവിന്റെ ആ ഒരു കരുതുന്ന സ്നേഹം നാം ഓരോരുത്തരും അനുഭവിച്ചിട്ടില്ലേ? ആ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വചനം ഏറ്റു പറയാം. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിച നൽകി, അവിടുത്തെ വലതു കൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മെ താങ്ങി നിർത്തുന്ന നമ്മുടെ കർത്താവിന്റെ ആ വാത്സല്യമേറിയ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധാത്മ നിയന്ത്രണം കടന്നു വരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂട്ടായ്മയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ കർത്താവിന് പ്രീതികരമാക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. അഭിഷേകമായി മാറണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അഭിഷേകമായി നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ
ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. കർത്താവിന് പ്രസാദകരമായ വിധത്തിൽ, കർത്താവിന് സന്തോഷം നൽകുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ അനുനിമിഷം കരം പിടിച്ച് നടത്തണമേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഈ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടിയും അമ്മേ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ ഹിതം അനുവർത്തിക്കുന്നവരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുടുംബങ്ങളായി മാറുവാൻ, ഈശോയെ സ്നേഹിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പ്രവാചികയായ അന്നയുടെ ജീവിതത്തിലൂടെ നാം യാത്ര ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, തികച്ചും ഭൗതികമായ ഒരു ലോകത്തിൽ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ദൈവിക വഴിയിൽ ഉറച്ചു നിൽക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കുമെന്ന് അന്നപ്രവാചിക നമ്മെ പഠിപ്പിച്ചു തന്നു. ഈ ആഴ്ച അതിൻ്റെ തുടർച്ചയായി അന്നപ്രവാചികയുടെ ജീവിതത്തിലൂടെ തന്നെ കുറച്ചുകൂടി പാഠങ്ങൾ നാം പഠിക്കുവാനായി പോവുകയാണ്. അന്നപ്രവാചിക ആരാണെന്നാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 36-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുകയാണ്, ഫനുവേലിന്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു. തിരുവചനം എന്താ പറയുന്നേ? അന്ന ഒരു പ്രവാചികയായിരുന്നു. എൻ്റെ പ്രിയ സഹോദരിമാരെ, ഒരു പ്രവാചിക ആരാണ്? എന്താണ് ഒരു പ്രവാചികയിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നത്? കർത്താവിൻ്റെ സ്വരമായി മാറുന്നവളാണ് ഒരു പ്രവാചിക. നാം കണ്ടതാണ്, അന്നപ്രവാചിക ദേവാലയത്തിൽ രാപ്പകൽ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞവളായിരുന്നു. ആ ദേവാലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും കർത്താവിൻ്റെ സ്വരമായി മാറുന്നവളായിരുന്നു അന്നപ്രവാചിക. അവരുടെ വിഷമങ്ങളിൽ ആശ്വാസമായി, രോഗികളായി വരുന്നവർക്ക് ഒരു താങ്ങായി, അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട്, അവർക്ക് ശക്തി പകർന്നുകൊണ്ട്, അതുപോലെ വിവിധങ്ങളായ വിഷമങ്ങളുമായി കടന്നു വരുന്നവർക്ക് കർത്താവിൻ്റെ സാന്ത്വനം പകർന്നു കൊടുത്ത് കർത്താവിൻ്റെ സ്വരമായി മാറുന്നവളായിരുന്നു അന്നപ്രവാചിക. സാന്ത്വനങ്ങളും ആ രോഗസൗഖ്യങ്ങളും മാത്രമല്ല, തികഞ്ഞ കർത്താവിൻ്റെ താക്കീതുകളും അന്നപ്രവാചിക ആ കടന്നു വന്നവർക്ക് കൊടുത്തിരുന്നു. ഒരു പ്രവാചികയുടെ ദൗത്യമാണ് അവരെ തിരുത്തുക, അവർക്ക് ആശ്വാസം പകരുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം. നമ്മുടെ ജീവിതത്തിലും നാം ഓരോരുത്തരും ഈ ഒരു പ്രവാചക റോളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രൊഫറ്റിക് മിനിസ്ട്രി നാം ഓരോരുത്തരിൽ നിന്നും, പ്രത്യേകിച്ച് സഹോദരിമാരായ നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ മക്കൾക്ക്, നമ്മുടെ ജീവിത പങ്കാളികൾക്ക് എല്ലാം, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഒരു പ്രവാചക മിനിസ്ട്രി ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ടുള്ള ഒരു അഭിഷേകവും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. അതിനുള്ള ജ്ഞാനം കർത്താവ് പകർന്നിട്ടുണ്ട്. ആ ഒരു റോളിലേക്ക് കടന്നു വരുവാൻ അന്നപ്രവാചിക നാം ഓരോരുത്തരോടും പറയുന്നുണ്ട്. കർത്താവിൻ്റെ സ്വരമായി നമ്മൾ മാറണം. താക്കീത് കൊടുക്കേണ്ടടുത്ത് താക്കീതായി, സ്നേഹം കൊടുക്കേണ്ടടുത്ത് സ്നേഹമായി, പ്രോത്സാഹിപ്പിക്കേണ്ടടുത്ത് പ്രോത്സാഹനമായി എല്ലാം
ഒരു പ്രവാചക റോളിലേക്ക് കടന്നു വരുവാൻ അന്ന പ്രവാചക നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദേവാലയത്തിൽ തന്റെ ശുശ്രൂഷയിൽ വ്യാപരിച്ചിരിക്കുന്ന സമയത്താണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 പറയുന്ന കാര്യം അവിടെ സംഭവിക്കുന്നത്. തിരുവചനം എന്താ പറയുന്നത്? മോശയുടെ നിയമം അനുസരിച്ച് മോശയുടെ നിയമം അനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അതായത് യോസേപ്പ് പിതാവും മാതാവും കൂടി ഉണ്ണി യേശുവിനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. ജെറൂസലേം ദേവാലയത്തിലേക്ക് ഉണ്ണി യേശുവിനെ അവർ കൊണ്ടുവരികയാണ്. ഇവിടെ ദേവാലയത്തിലായിരുന്ന അന്ന പ്രവാചിക ഇവർ വരുന്നത് കാണുകയാണ്. 2-ാം അധ്യായം 38-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്റെ പ്രിയ സഹോദരിമാരെ, ഉണ്ണി യേശു കടന്നു വന്ന ഉടനെ അന്നപ്രവാചിക അങ്ങോട്ട് ഓടി വന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ ശിശു ലോകരക്ഷകനാണെന്ന്, തങ്ങൾ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഇസ്രായേലിന്റെ രക്ഷകനാണെന്ന് അന്നപ്രവാചിക തിരിച്ചറിയുകയാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ അന്നപ്രവാചികയ്ക്ക് ഈ ഒരു ജ്ഞാനം ലഭിച്ചത്? ഇതിന് തൊട്ടു മുൻപ് ശിമയോനും ഇതേ കാര്യം തന്നെ നമ്മെ കാണിച്ചു തരുന്നുണ്ട്. 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്: സകല ജനതകൾക്കും വേണ്ടി ശിമയോൻ വിളിച്ചു പറയുകയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. പ്രവാചികയായ അന്നയും ശിശുവായ യേശുവിനെ കാണുമ്പോൾ വിളിച്ചു പറയുകയാണ്, അല്ലെങ്കിൽ തിരിച്ചറിയുകയാണ്, ലോകം മുഴുവൻ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ലോകത്തിന്റെ രക്ഷകനായ യേശുവിനെ എന്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്ന്. അത് കണ്ട് അന്നപ്രവാചക ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ യേശു ലോകരക്ഷകനാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്? അവർ ലോകരക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരുന്നത്. 38-ാം വാക്യത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടു, ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നവർ. അങ്ങനെ ഒരു ഗണം തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവിന്റെ 1-ാം വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ ഈ ലോക ജീവിതത്തിലെ തങ്ങളുടെ ദുഃഖങ്ങളും തങ്ങളുടെ പ്രശ്നങ്ങളും ഒന്നും വകവെക്കാതെ ലോകരക്ഷകന്റെ പ്രതീക്ഷയിൽ തങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുന്ന, അതിനായി സ്വയം തങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗണം. അവർ ഓരോ നിമിഷവും തങ്ങളുടെ രക്ഷകനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ആ പ്രതീക്ഷയായിരുന്നു അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന പ്രേരക ശക്തി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിലെ യാതൊന്നും അവരെ ഏശിയിരുന്നില്ല. അന്നപ്രവാചിക ഈ കണ്ട വർഷം മുഴുവൻ ദേവാലയത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥനയിലായിരിക്കാൻ സാധിച്ചത്? ഓരോ നിമിഷവും തന്റെ രക്ഷകനെ കാണാനുള്ള പ്രത്യാശയിലായിരുന്നു ആ പ്രവാചക ജീവിച്ചിരുന്നത്. ഇന്ന് നാമും ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ജീവിക്കുന്നത്. ആ പ്രതീക്ഷ എന്താണ്? നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനം, കർത്താവിന്റെ 1-ാം വരവിന് വേണ്ടി ഒരു ഗണം പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്ന് പറയുമ്പോൾ നാം എത്രമാത്രം നമ്മെ തന്നെ ഒരുക്കി, നമ്മുടെ ഈ ലൗകികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മെ തന്നെ വേർതിരിച്ച് ആ കർത്താവിന്റെ പ്രത്യാഗമന പ്രതീക്ഷയിൽ നമ്മെ തന്നെ നാം എത്രമാത്രം ഒരുക്കണം പ്രിയപ്പെട്ടവരെ. ഇതാണ് അന്നപ്രവാചിക നമ്മളോട് പറയുന്ന മറ്റൊരു പാഠം. കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി നാം നമ്മെ തന്നെ ഒരുക്കുക. ആ പ്രതീക്ഷയോടെ ഓരോ നിമിഷവും നമ്മൾ വ്യാപരിക്കുക. പത്രോസ്ലീഹ എഴുതിയ 2-ാം ലേഖനം, അവിടെ 3-ാം അധ്യായം 12-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ.
പത്രോസ് ശ്ലീഹ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്, കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷയോടെ കാത്തിരിക്കുക, ആ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുക. അതിനാവശ്യമായ സുവിശേഷവൽക്കരണ വേലകളിൽ നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുമൊന്ന് നമ്മൾ ശ്രദ്ധിച്ചേ. നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ, അമ്മ മാതാവിന്റെ സന്ദേശങ്ങൾ, നമ്മുടെ പരിശുദ്ധ ബൈബിളിലെ ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ, കാലത്തിന്റെ അടയാളങ്ങൾ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തിന്റെ എത്രമാത്രം പ്രവാചക വചനങ്ങളാണ് പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാം കൂടുതലായി നമ്മെ തന്നെ ഒരുക്കാൻ ശ്രദ്ധയുള്ളവരാണോ? അതൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ കെട്ടുകഥകളാണ്. കർത്താവിന്റെ പ്രത്യാഗമനം, അതിലൊന്നും ഒരു കാര്യവുമില്ല. വെറുതെ ആൾക്കാരെ പേടിപ്പിക്കുകയാണ്. ഇങ്ങനെ എത്രമാത്രം ചിന്തകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. എന്നാൽ പത്രോസ് ശ്ലീഹായ അടക്കം എല്ലാ ലേഖന കർത്താക്കളും നമ്മെ മാറി മാറി ആഹ്വാനം ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി നമ്മെ തന്നെ ഒരുക്കുക. ആ ഒരു പ്രതീക്ഷയോടെ, ആ ഒരു പ്രത്യാശയോടെ ഈ ലോക ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കർത്താവിനോട് ചേർന്ന് അതിനനുസരിച്ച് നമ്മൾ വ്യാപരിക്കുക. അന്നപ്രവാചക അതാണ് ചെയ്തത്. താൻ ആ ദേവാലയത്തിലായിരുന്ന കാലം അത്രയും ഈ ഒരു പ്രതീക്ഷയോടെയാണ് അന്നപ്രവാചക വ്യാപരിച്ചത്. ആ ഒരു പ്രതീക്ഷയുടെ പൂർത്തീകരണമായിരുന്നു അന്ന് ആ ദേവാലയത്തിൽ സംഭവിച്ചത്. ആ ഒരു പൂർത്തീകരണം കണ്ട ഉടനെ അന്നപ്രവാചക എന്താ ചെയ്തേ? പരിശുദ്ധ വചനം പറയുകയാണ്, 38-ാം വാക്യം നമുക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. അവൾ അപ്പോൾ തന്നെ മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറൂസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. എന്താ അന്നപ്രവാചക ചെയ്തേ? 84 വയസ്സായ ഈ പാവപ്പെട്ട വിധവയായ ഈ അമ്മ തന്റെ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഓടിപ്പോവുകയാണ് ജെറുസലേം മുഴുവനും. അവിടെ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരെയും അന്നപ്രവാചിക അറിഞ്ഞിരുന്നു. ആ ഒരേ പ്രതീക്ഷയോടെ അവർ ഒരു ഗ്രൂപ്പായി പലപ്പോഴും പ്രാർത്ഥിക്കുവാനും ദൈവികമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും ഒക്കെ അവർ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞിരുന്നു. അന്നപ്രവാചിക തങ്ങളുടെ പ്രതീക്ഷ പൂർത്തീകരിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ഓടുകയാണ്. ഈ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന ഗ്രൂപ്പിലുള്ള ഓരോരുത്തരോടും ഇതിനെക്കുറിച്ച് പറയുവാൻ. അവരെല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിച്ചു എന്നാ പറയുന്നത്. അവർക്ക് പറയാൻ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ ജീവിതമോ തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളോ തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന വാർത്തകളോ ഇതൊന്നും ആയിരുന്നില്ല അവർ പറഞ്ഞത്. അവർ തങ്ങളുടെ പ്രതീക്ഷയായ ശിശുവിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് വലിയൊരു താക്കീത് കിടപ്പില്ലേ? നാം ഇന്നായിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്താണ് നമ്മുടെ സംസാര വിഷയം? നമ്മുടെ കർത്താവോ കർത്താവിന്റെ പ്രത്യാഗമനമോ ആ ഒരു പ്രതീക്ഷയുടെ വാക്കുകളോ ഇത് വല്ലതും നമ്മൾ സംസാരിക്കാറുണ്ടോ? അതോ നമ്മുടെ ചുറ്റും നടക്കുന്ന ഭൗതികമായ കാര്യങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, പ്രതിസന്ധികൾ ഇതെല്ലാം നമ്മൾ പരസ്പരം പങ്കുവെച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കർത്താവ് എന്താ നമ്മളോട് പറയുന്നേ? ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 3-ാം അധ്യായം അവിടെ 13-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ഉപദേശിക്കുവിൻ. എന്താണ് ലേഖനകർത്താവ് നമ്മളോട് പറയുന്നേ? എല്ലാ ദിവസവും ദൈവിക കാര്യങ്ങളെ കുറിച്ച്, ഇന്ന് എന്ന് വിളിക്കപ്പെടുന്ന ദിവസങ്ങൾ ഉള്ള കാലത്തോളം എല്ലാ ദിവസവും. എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ട് അവിടെ പറയുന്നേ, കൃത്യമായി പറയുകയാണ്. എല്ലാ ദിവസവും നമ്മൾ പരസ്പരം ഉപദേശിക്കണം, പരസ്പരം പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആകട്ടെ, നമ്മുടെ സമൂഹത്തിലുള്ളവരെ ആകട്ടെ, നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ ആവട്ടെ,
നമ്മൾ പരസ്പരം ഉപദേശിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഉപദേശിക്കാൻ എന്ന് പറയുമ്പോൾ വലിയ പ്രസംഗങ്ങളോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ കർത്താവിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ നമ്മൾ സംസാരിക്കേണ്ടത് കർത്താവിന്റെ കാര്യങ്ങളാണ്, പരിശുദ്ധ വചനങ്ങളെ കുറിച്ചാണ്, നമ്മളോട് കർത്താവ് പറയുന്ന ആഹ്വാനങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് നമ്മൾ നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തോട് അടുത്തു വരുന്ന ഈ സമയങ്ങളിൽ ആ പ്രത്യാഗമനത്തിന്റെ ലക്ഷണങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്, പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത്, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അമ്മ മാതാവ് എത്രമാത്രം സന്ദേശങ്ങൾ പലയിടങ്ങളിലായി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സംസാരിക്കാൻ വിഷയദാരിദ്ര്യമില്ല പ്രിയ സഹോദരങ്ങളെ. നമ്മളൊന്ന് മനസ്സ് വെച്ചാല് നമ്മുടെ കർത്താവിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് അന്നപ്രവാചകൻ നമ്മളോട് പറയുന്നത്. അവരായിരുന്ന ആ ഒരു ഗ്രൂപ്പ് കർത്താവിന്റെ ആ ഒരു ഒന്നാം വരവിന്റെ പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന അവർ പരസ്പരം പങ്കുവെച്ചിരുന്നത്, ഒരുമിച്ച് കൂടുമ്പോൾ ഒക്കെ പറഞ്ഞിരുന്നത് അവരുടെ പ്രതീക്ഷയുടെ വാക്കുകളായിരുന്നു, അവരുടെ പ്രത്യാശയെ കുറിച്ചായിരുന്നു. അന്നപ്രവാചിക ആ പൂർത്തീകരണം നടന്നത് അറിഞ്ഞപ്പോൾ തന്നെ അവരോടൊക്കെ പോയി പറയുന്നതും തങ്ങളുടെ പ്രതീക്ഷയുടെ പൂർത്തീകരണമായ ആ ശിശുവിനെ കുറിച്ചാണ്. മറ്റൊന്നും അവർക്ക് പറയുവാനില്ല. നാമും മറ്റെന്ത് പറഞ്ഞാലും അത് വ്യർത്ഥ ഭാഷണമാണ്. കർത്താവ് വ്യർത്ഥ ഭാഷണത്തിനെതിരെ വലിയ താക്കീതുകൾ നമുക്ക് നൽകുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം പരസ്പരം ഉപദേശിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ പ്രത്യാഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആ പ്രത്യാഗമനത്തെ ത്വരിതപ്പെടുത്തുവാനായി നമുക്കാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ സമയം നമുക്ക് ചെലവിടാം. അത് ഉപയോഗപ്രദമായി കർത്താവിനും ദൈവരാജ്യത്തിനും ഉപയോഗപ്രദമായി നമുക്ക് ചെലവിടാം. ഇതാണ് അന്നപ്രവാചിക ഇന്ന് നമ്മളോട് പറയുന്നത്. ആ പ്രതീക്ഷയുടെ ഒരു ജീവിതം, പ്രത്യാശയുടെ ഒരു ജീവിതം നയിക്കുവാനായി, നാമുമായി ബന്ധപ്പെട്ടവരോടെല്ലാം കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കുവാനായി നമ്മുടെ സമയം, നമ്മുടെ ആ എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം ദൈവരാജ്യ വിസ്തൃതിക്കായി, സുവിശേഷ വേലയ്ക്കായി നമ്മൾ ഉപയോഗിക്കുവാനായി അന്നപ്രവാചക പറയുകയാണ്. ഈ 84 വയസ്സായ ഈ അമ്മയാണ് ഏറ്റവും ആദ്യം ലോകത്തോട് യേശു ലോകരക്ഷകനാണ് എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു മിഷണറി ആയി തീരുന്നത്, സുവിശേഷകയായി തീരുന്നത്. 84 വയസ്സായ അമ്മയ്ക്ക് ഇത് സാധിക്കുമെങ്കിൽ നാം ഓരോരുത്തർക്കും അതൊരു വലിയ വെല്ലുവിളിയല്ലേ? അത്രമാത്രം പ്രായമായിട്ടില്ലാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. നാം ആയിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളിൽ, സാധ്യതകളിൽ കർത്താവിന് സാക്ഷികളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അന്നപ്രവാചികയിലൂടെ കർത്താവ് നൽകിയ പാഠങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കാം. നമ്മൾ കണ്ടു എത്രമാത്രം പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ മുൻപിൽ വളരെ ധീരതയോടെ കർത്താവിനെ പ്രതി ലോകത്തിൽ നിന്നും വേർപാട് സ്വീകരിച്ച് വിശുദ്ധിയുടെയും വേർപാടിന്റെയും ജീവിതം നയിച്ച ആ ഒരു അന്നപ്രവാചകയെ കുറിച്ച് 60 വർഷങ്ങളോളം, ഏറ്റവും കുറഞ്ഞത് 60 വർഷങ്ങളോളം പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനാ നിരതയായിരുന്ന ആ അന്നപ്രവാചകയെ കുറിച്ച് ഇന്ന് അന്നപ്രവാചകൻ നമ്മളോട് പറഞ്ഞു, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നാം ഒരു പ്രവാചക ശബ്ദമായി മാറേണ്ടതിന്റെ, കർത്താവിന്റെ പ്രത്യാഗമനത്തെ നമ്മൾ പ്രതീക്ഷിച്ച് ത്വരിതപ്പെടുത്തിയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചൊക്കെ അന്നപ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു. പ്രവാചകയായ അന്നയിലൂടെ കർത്താവ് നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ, അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഈ ഒരു കൃപയ്ക്കായി, അതനുസരിച്ച് ലഭിച്ച പാഠങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് നൽകിയ പാഠങ്ങൾ, വചനത്തിൽ നിന്നും ഞങ്ങൾക്ക് നൽകപ്പെട്ട ഈ ആഹ്വാനങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഹല്ലേലൂയ, ഈശോയേ, ഈശോയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവായ ഈശോയെ സഹായിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ കൃപയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ അഭിഷേകം ചെയ്യണമേ, ഈശോയെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് അടുത്ത ഒരു ദൈവീക വ്യക്തിയുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. പരിശുദ്ധാത്മാവ് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കാം. നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക. ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിവിധങ്ങളായ മേഖലകളിൽ കർത്താവിന്റെ നയിപ്പും നടത്തിപ്പും ഉണ്ടാകുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങള്, നിയോഗങ്ങള്, ശുശ്രൂഷകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങള് എല്ലാം ഞങ്ങളെ അറിയിക്കുക. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652. Empowering women in Christ.